എന്തായി ആലോചിച്ചിരിക്കുന്നെ? ഓ, കാമുകി നഷ്ടപ്പെട്ടതിന്റെ സങ്കടത്തിലാവും. എടി കാമുകിയല്ലടി, അവളെന്റെ ഭാര്യ. അവൾ ഇറങ്ങിപ്പോയാൽ എനിക്ക് വിഷമമുണ്ടാവും. എന്റെ വരുൺ, ഇന്നലെ വരെ മനസ്സിൽ എന്തെങ്കിലും കണക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിലേ അതങ്ങ് മായ്ച്ചു കളഞ്ഞേക്കും. ഇനി രാധിക കണിമംഗലത്തേക്ക് തിരിച്ചു വരില്ല. ഞാൻ വരുത്തില്ല. എന്റെയും രാധികയുടെയും പ്രണയം സത്യമാണെങ്കിൽ നീ എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല പ്രിയങ്ക. എന്ത് ചെയ്തിട്ടും കാര്യമില്ല അല്ലേ? അപ്പോ അവളെ കൊന്നാലും കുഴപ്പമില്ലല്ലോ. കുറെ കാലങ്ങൾക്ക് മുൻപ് ആറ്റുവാശ്ശേരിയിലേക്ക് അർഹതയില്ലാതെ വന്ന് കയറിയ ഒരു വിഷവിത്ത അതാ കുടുംബത്തിൽ നിന്നും പറിച്ചു കളയണമെന്ന് ഞാനൊന്ന് ആവശ്യപ്പെട്ട മുത്തശ്ശിയും അമ്മയും അച്ഛനും സന്തോഷത്തോടെ അത് ചെയ്യും. അവിടുന്നും കൂടി പുറത്തിറക്കിയ അന്വേഷിച്ചൊന്നും നടക്കേണ്ടി വരില്ല. എവിടെങ്കിലും ചത്ത് കിടക്കുന്ന വിവരം ആളുകൾ പറഞ്ഞു തരും. അല്ല, വരുൺ ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ദേ, ഇപ്പൊ മുതൽ ആ രാധിക എന്ന് പറഞ്ഞവളെ മറക്കാൻ തയ്യാറാണെങ്കിൽ നമുക്കിടയിൽ നടന്നതൊക്കെ ഞാനും മറക്കാം. എന്നിട്ട് നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങാം. നാണമില്ലടി നിനക്ക്. പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തം നേട്ടത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരുത്തിയാണല്ലോ നീ. നിനക്ക് ബന്ധങ്ങളുടെ വില അറിയില്ല, അതിന്റെ സത്യസന്ധത എന്താണെന്ന് അറിയില്ല. നിനക്ക് പണത്തിന്റെ കണക്ക് മാത്രമേ അറിയൂ. നിനക്ക് ആഘോഷിക്കാൻ പണം വേണം, ആഹ്ലാദിക്കാൻ പ്രതാപം വേണം. പക്ഷേ എനിക്കുള്ളതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ടായാലും ഞാൻ എന്റെ രാധികയെ സ്വന്തമാക്കിയിരിക്കും. ഇല്ല വരുൺ, വരുണിന് ഞാൻ അവളെ തരില്ല. അതിനു മുൻപേ ഞാൻ അവളെ കൊല്ലും. മാറി നിക്ക. അല്ല, ഇവള് പറയുന്നത് കേട്ടില്ല മുത്തശ്ശി. ഇനി ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. മോനെ, നീ ഇവിടെ നിക്കാനല്ലേ പറഞ്ഞത്? പ്രിയങ്ക, നീ അകത്തേക്ക് പോകാനല്ലേ പറഞ്ഞത്? ഇവിടുന്ന് എവിടെയെങ്കിലും പോവാൻ തോന്നുന്നു മുത്തശ്ശി? അതെന്തിന്? ഇത് നിന്റെ വീടാ. അവളോട് ദേഷ്യപ്പെട്ട് നീയല്ല ഇവിടുന്ന് ഇറങ്ങേണ്ടത്, അടിച്ചിറക്കേണ്ടത് അവളെയാ. എടാ, അവൾ ഇത്രയും കാലം ശ്രമിച്ചതും നടപ്പാക്കിയതും നിന്റെ ജീവിതത്തിൽ നിന്നും രാധികയെ പുറത്താക്കുകയെന്നതാ. ഇനി മുതൽ അവളുടെ തന്ത്രം നമുക്കും തിരിച്ചു പ്രയോഗിക്കാം. നിന്റെ ജീവിതത്തിൽ നിന്നും അവൾ ഇറങ്ങിപ്പോവാൻ എന്താ മാർഗമെന്ന് നമുക്ക് നോക്കാടാ. കഷ്ടപ്പെടണം, ഒരുപാട് കഷ്ടപ്പെട്ടാലേ നിന്റെ പെണ്ണ് നിന്റെ അടുത്തേക്ക് തിരിച്ചു വരൂ. മുത്തശ്ശി കൂടെ ഉണ്ടടാ. നീ തളരില്ലാന്ന് ഉറപ്പ് കിട്ടിയാൽ മാത്രം മതി എനിക്ക്. ശരി മുത്തശ്ശി, ഇനി ഇവിടുന്ന് അങ്ങോട്ട് റിയൽ ഫൈറ്റാ. പ്രിയങ്ക ഇവിടുന്ന് ഇറക്കാനും രാധികയെ തിരിച്ചു കൊണ്ടുവരാനും.